മുന്നണികളെല്ലാം തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരുക്കത്തിലാണ്. എറണാകുളത്തെ സിറ്റിംഗ് എം പിയും UDFിൻ്റെ എറണാകുളം മണ്ഡലം സ്ഥാനാർത്ഥിയുമായ ഹൈബി ഈഡൻ അദ്ദേഹം പര്യടനം ആരംഭിച്ചിട്ടുണ്ട്. സാർ, എങ്ങനെയുണ്ട് ആദ്യഘട്ട പര്യടനങ്ങളൊക്കെ? കുഴപ്പമില്ല, ചെല്ലുന്ന സ്ഥലത്തൊക്കെ നല്ല റെസ്പോൺസാണ് ലഭിക്കുന്നത്. വളരെ പോസിറ്റീവാണ്. കഴിഞ്ഞ 5 വർഷക്കാലം ചെയ്ത ഇടപെടലുകളും പദ്ധതികളും ഇന്നിൻ്റെ രാഷ്ട്രീയമൊക്കെ ചർച്ച ചെയ്യപ്പെടുമെന്ന് ഞങ്ങൾ കരുതുകയാണ്. കഴിഞ്ഞ വർഷത്തെ ഭൂരിപക്ഷം അത് കൂട്ടുമോ? ജനങ്ങളല്ലേ അതെല്ലാം തീരുമാനിക്കേണ്ടത്. ഞങ്ങൾ നന്നായി വർക്ക് ചെയ്യുന്നുണ്ട്. ജനങ്ങൾക്ക് അതിൽ വലിയ വിശ്വാസമുണ്ട്. ചെല്ലുന്ന സ്ഥലത്തെല്ലാം വളരെ പോസിറ്റീവായിട്ടുള്ള വൈബാണ് കിട്ടുന്നത്. ഇത്തവണ 2020 വരെ മത്സരത്തിലേക്ക് ഉണ്ട്. അപ്പം അത് എതിർ സ്ഥാനാർത്ഥിയെപ്പോഴായിട്ട് താങ്കളുടെ അഭിപ്രായം എന്താണ്? ഇല്ല, എല്ലാവർക്കും അവരവരുടേതായ വ്യക്തിത്വവും കാഴ്ചപ്പാടും രാഷ്ട്രീയവും നിലപാടുകളും എല്ലാം നമ്മുടെ രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള കേരളം ചർച്ച ചെയ്യും. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ വിലയിരുത്തട്ടെ. കേരളത്തിൽ BJP നരേന്ദ്രമോദിയെ വരെ എത്തിച്ചുള്ളൊരു പര്യടനം പ്രചരണ പ്രവർത്തനമാണ് നടത്തുന്നത്. അതേക്കുറിച്ച് എന്താണ് അഭിപ്രായം? അദ്ദേഹം നേരത്തെയും ഇവിടെ എല്ലാം റോഡ് ഷോ ഒക്കെ നടത്തില്ല. അതൊന്നും കുഴപ്പമില്ല, നടന്നോട്ടെ. ഞാൻ പറഞ്ഞല്ലോ, എല്ലാവർക്കും ജനാധിപത്യ രാജ്യത്ത് പ്രവർത്തിക്കാനും പ്രചരിപ്പിക്കാനും ആശയങ്ങൾ പറയാനുള്ള അവകാശമുണ്ട്. അതിൽ ഞങ്ങളെല്ലാം സ്വാഗതം ചെയ്യുകയാണ്. പക്ഷേ ഇന്നിൻ്റെ വികാരം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ കേരളത്തിലെ പൊതുസമൂഹം വലിയ തോതിൽ പ്രകടിപ്പിക്കും. അത് കോൺഗ്രസിനും UDFിനും അനുകൂലമായി വരും എന്നാണ് ഞങ്ങൾ കരുതുന്നത്. ചൂടിനൊപ്പം തെരഞ്ഞെടുപ്പിൻ്റെ ആവേശവും ഉയരുന്നുണ്ടോ? ഞാൻ പോയിക്കോട്ടെ, നല്ല തിരക്കില്ല. അദ്ദേഹം വലിയ തിരക്കിലാണ്. ആദ്യഘട്ടത്തിൽ അദ്ദേഹം പല സ്ഥലങ്ങളിലും ഓടിയെത്തുകയാണ്. ക്ഷേത്രങ്ങൾ, അങ്ങനെ സ്ഥാപനങ്ങൾ തുടങ്ങിയ എല്ലായിടത്തും ആദ്യഘട്ടത്തിൽ തന്നെ ഓടിയെത്തുന്നതിനുള്ള തിരക്കിലാണ്. ഇപ്പോൾ എറണാകുളത്തേക്കാണ് അദ്ദേഹം പോകുന്നത്. ഉച്ചയ്ക്ക് ശേഷം കൺവെൻഷനും നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. കൊച്ചിയിൽ നിന്നും ക്യാമറാമാൻ വിവേക് ജി വിനോദിനൊപ്പം CR ശ്യാം, ഫോക്കസ്.